ബാക്ക് ടു അവർ ചാനൽ. കണ്ടാ ഞാൻ വേവ് ചെയ്യാനും പഠിച്ച് അതിൻ്റെ കൂടെ തന്നെ കണ്ട ബോൺ ഫൈനലി ബോൺ മേ അവേ 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 മേ അവിടേക്കോ ആൾക്കോറാണേ ബോൺ റിയാലിസേനോട് ആദ്യം ഇൻട്രോ കൊടുക്കാൻ വേണ്ടി പുറത്തു വന്ന് ഇങ്ങനെ നിന്നേ ആകെ ചെറിയ ദിവസം വളർന്നു. യെസ് ഫൈനലി ഞാൻ വന്ന് നിന്നായിരുന്നു. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് സ്കെൽറ്റ് തന്നെ വെടിവെക്കുന്നു. ഞാൻ അപ്പം തന്നെ പോയിട്ട് സ്കെൽറ്റിനെ അങ്ങ് വടിയാക്കി ഗൈസ്. എനിക്ക് ഇത് കിട്ടി. നമുക്കില്ലേ ഈ ബോണിന് ചെസ്റ്റ് വെച്ചേക്കാം, ഇല്ലെങ്കിൽ ഇപ്പം നൈറ്റില്ല നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് എന്താണ് ഉറങ്ങാൻ പറ്റാത്തത്. നൈറ്റ് ആയല്ലോ, എന്താ എനിക്ക് മനസ്സിലാവില്ല. അടുത്ത സ്കെൽറ്റൻ ഗൈസ്. സോംബി എവിടെയായി? അത്രേ ഉള്ളൂ. തമ്മി അടിയായി ഗൈസ്. അവന്മാർ തമ്മി അടിയായി. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവന്മാർ തമ്മിൽ അടിച്ച് നിർത്തോളൂ. ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ബാ ഇറങ്ങടാ. ഇങ്ങോട്ട് പോയി ഇവനാണ് അവിടെ പോയി ഗൈസ്. ശിവ തീർത്തു അത്രേ ഉള്ളു. ഇനി മേലെ അടുത്ത ഇവിടുന്ന് ഇവിടെ സ്പോണായിക്കൊണ്ടിരിക്കുന്നു. പുറകിലോട്ട് വന്ന് ഇത് തേർഡ് ഉണ്ടോ ഇപ്പൊ ഉറങ്ങണം ഐസ്. ഇപ്പൊ ഉറങ്ങുന്നുണ്ട്. നല്ല കാര്യം. നമുക്ക് വെളി ഡോഗ് വല്ലതും ഉണ്ടോ നോക്കാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് മഴ പോയിട്ടേ ഗൈസ് നമുക്ക് ഇതിനെ കളക്ട് ചെയ്യാൻ പറ്റുമോ? പോയിട്ട് ഒരു ഡോഗിനെ നമുക്ക് ടീം ചെയ്യാം. 5 എണ്ണം ഉണ്ടല്ലോ. നല്ല ഡോഗിനെ ഇവിടെ കിട്ടൂ. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഡോഗ് ഇറങ്ങി കിടക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോഗും കാണത്തില്ല, കുറച്ച് സ്കെൽട്ടൻ കാണും. കറക്റ്റ് ടൈം ഞാൻ ഇത് വെച്ച കാര്യം ഗൈസ്. ഒരു ബോയും കിട്ടി ഐസിയസ്. കുഴപ്പമില്ലാത്തൊരു പോയാ ഗൈസ്. 2 ആരോ ഉണ്ട്. ഇവിടെ ഒരു ഡോഗിനെയും കാണുന്നില്ല. ചെയ്യും നീ ഇത് വല്ലതും അറിഞ്ഞോ? നീ വല്ലതും അറിഞ്ഞോടാ? അറിഞ്ഞോ? എനിക്കാ ബോൺ കിട്ടി. ബോൺ എന്നോട് പട്ടിക്ക് പോയിട്ട് കോഴിക്ക് പോലും എന്നെ വിലയില്ല ഗൈസ്. വിഷമമായി. സാഡായി. മൊജാങ്ക് എന്നെ ഇങ്ങനെ ആക്കണ്ടായിരുന്നു. എന്തായാലും ഗൈസ് ഇവിടെ ഒരു ചെറിയ ദിവസം വളർന്നിട്ടുണ്ട്. മുറിച്ചേക്കാം ഗൈസ്. ഇതിന് സാപ്ലിംഗ് തുടങ്ങി അതെടുത്ത് നോക്കാം. എടുത്ത് സാപ്ലിംഗ് ഒന്നും കിട്ടിയില്ലല്ലോ. ഇതെന്താ കിട്ടിയല്ലോ. ഒരു സാപ്ലിംഗ് കിട്ടി. ഇനി കിട്ടുമോ? മണ്ട ഇരിക്കുന്നു. അവിടെ കിട്ടി. ഈ ടെമ്പററി ബോംബ് ഗൈസ് ഞാൻ ചെയ്യാതിരിക്കുന്നറിയാം. നമുക്ക് ചെറിയൊരു ബേസ് പണിയണം ഗൈസ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതായിരിക്കും നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. ഒരു ചെറിയ ബേസ്, ഒട്ടും ബേസൊന്നും വേണ്ട. ഒരു ചെറിയ ബേസ് നമുക്ക് ഇതുണ്ടാക്കണം. എടുത്തി
നമ്മളുണ്ടാകുന്ന വില്ലേജ് കണ്ടുപിടിച്ച് റൂവിൻ്റെ പോർട്ടലും കണ്ടുപിടിച്ച് അതെല്ലാം കണ്ടുപിടിച്ച് ഗൈസ് ഒരുപാട് സപ്ലൈ കിട്ടിയില്ല അന്ന്. രണ്ടെണ്ണമൊക്കെ ആ മരത്തിൻ്റെ ഉണ്ട് വീണ് നടക്കുന്നത്. ഒരുപാട് സപ്ലൈ കിട്ടി. ഇല്ല അവിടെ നട്ടു പോകുക. നമ്മളിന്ന് ബേസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏതൊരു തീരുമാനമായില്ല ബേസ് എന്തൊരു ടീമിൽ പണിയാവുന്നു. എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ബ്ലോ ആയിരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാൻ നിങ്ങളടുത്ത് എങ്ങനെയാണ്. പക്ഷെ അതിന് നമ്മൾ ചെറിയ ബ്ലോസ് ആയിരിക്കത്തില്ല കൂടുതൽ ഉപയോഗിക്കുന്നത്. കാര്യം ചെറിയ ബ്ലോസ് അത്ര ഭംഗി കാണത്തില്ല. അപ്പം എൻ്റെ ഐഡിയ ഇതാണ് ഗൈസ്, വേറൊന്നുമല്ല. നമ്മളിവിടെ ചെറിയൊരു വീടുള്ള ഒരു സ്ട്രക്ചർ വേണം ഞാനത് ആലോചിക്കുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് കുറച്ച് കുഴിയെടുത്ത് അവിടെ എൻ്റെ സ്റ്റോറേജ് മേക്കാം. ഇവിടെ എൻ്റെ വേറെ എന്തെങ്കിലും ഇവിടെ ആയിരിക്കും എൻ്റെ മെയിൻ എൻട്രൻസ്. ഒരു വലിയ സ്റ്റേഴ്സൊക്കെ വെച്ച് പിന്നെ ഇവിടുന്ന് താഴോട്ട് പോവും. ഇതായിരിക്കും നമ്മുടെ സീക്രട്ട് ബേസ്. വീട്ടിൽ നിന്ന് തന്നെ അതൊരു കണക്ഷൻ കൊടുക്കും. ഇത് നമുക്ക് തന്നെ ഇവിടെ വെച്ചേക്കും. എന്നിട്ട് ഇതിൻ്റെ മണ്ട മുഴുവൻ നമ്മൾ ഗ്ലാസ് കൊണ്ടങ്ങ് നിറയ്ക്കും കഴിച്ച് ഒരു മറ്റേ ഗ്ലോബ് പോലെ. അത് നല്ല രസമായിരിക്കത്തില്ലേ? അപ്പോൾ എന്നാലും ഞാൻ ആദ്യം ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വീട് പണിയാനാണ്. വീട് എങ്ങനെ പണിയണം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വെച്ച് തന്നെ അങ്ങ് പണിഞ്ഞാലോ. ഇപ്പം ഈ ഇരിക്കുന്ന ഒരു ഹോള് കണ്ടാ, ഈ ഹോളിനെ മുന്നിലോട്ട് കൊണ്ടുവന്ന് ഇത് കണക്കെ എല്ലാ സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഇത് നമുക്ക് കിട്ടുന്നില്ലേ. നടുക്ക് മാത്രമായിട്ട് ഒരു വലിയ നിൽക്കാനുള്ള സ്പേസ്. ഇവിടുന്ന് ഒരു കണക്ഷൻ, ഇവിടുന്ന് ഒരു കണക്ഷൻ. വൃത്തിയോടായിരിക്കുമോ? ഒരു പിടിയും കിടന്നില്ല എങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നതായിട്ടൊരു വീട് പണിയാനാണ്. വീട് തന്നെ പണിയാ വയസ്സ്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡോറങ്ങ് വെക്കാം വയസ്സ്. അതായിരിക്കും ഒരു ഭംഗി. ഒരു മറ്റേ ബാരൽ ഇരിക്കത്തില്ല, അതാണെങ്കിൽ ഇരിക്കും. റിയൽ ലൈഫ് ബാരൽ ഇരിക്കുകയാണെങ്കിൽ ആയിരിക്കും ഭംഗി വയസ്സ്. നമുക്ക് അതിനായിട്ട് ഒരുപാട് വുഡ് വേണം വയസ്സ്. എൻ്റെ വുഡില്ല. അപ്പോൾ നമ്മളത് ചെറിയ ബ്ലോസത്തിൻ്റെ തൊണ്ടിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ബ്ലോസത്തിൻ്റെ വുഡിലുണ്ടാക്കിയത് അലമ്പായിരിക്കും. എന്തായാലും കുറച്ചും കൂടെ ദൂരെ പോയിട്ട് അവിടെ നമുക്ക് വുഡ് എടുത്താലോ. അങ്ങോട്ട് പോകാം വയസ്സ്. ഇവിടെ ഒരുപാട് സാൻഡ് ഉണ്ട്. ഈ സാൻഡ് കൊണ്ട് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ വേണ്ട പിന്നെ എടുത്ത് നിന്ന് കളക്ട് ചെയ്യാം. നമ്മൾ ഓക്ക് വുഡ് വെക്കണോ ഈ ബ്രിഡ്ജ് ലോഗ് വെക്കണോ അതും കൂടെ നോക്കണം ഗൈസ്. ഓക്ക് ലോഗ് വെക്കാം ഗൈസ്. ആകുമ്പോൾ ഒരുപാട് കിട്ടും ഇടുന്നത്. ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. മുന്നിലോട്ട് കാണണ്ട. ഞാൻ അവിടെ നിന്ന് മരം വെട്ടാൻ പോലെ ഞാൻ കുറച്ച് മരം വെട്ടിയിട്ട് കൊണ്ട് കയറി വന്നപ്പോൾ ആ ദൂരെ ഒരു വില്ലേജ് ഇരിക്കുന്നുണ്ട്. അയാൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ്. അവിടെ എന്താ കിട്ടാതിരിക്കത്തില്ല. പെട്ടെന്ന് അങ്ങോട്ട് പോവാം. വില്ലേജ് കണ്ടേ ഗൈസ്. ഇതിൻ്റെ മുഴുവൻ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ആണ് ഗൈസ്. ബോൺ കിട്ടി, പുതിയ സ്ട്രക്ചറിനുള്ള ഐഡിയ കിട്ടി, ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റി. ടോട്ടലി നമുക്ക് അച്ചീവ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് നമ്മളിങ്ങനെ വേവിങ് ഹാൻഡ് ചെയ്തില്ല ഗൈസ്. അത് ചെയ്യാൻ പഠിച്ച്. ടോട്ടൽ അച്ചീവ്മെൻറ്റ്സ് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മുഴുവനായി കഴിച്ചാലോ ഗൈസ്. ഹായ്, ഇനി നമുക്ക് ബ്രെഡും കഴിച്ചെടുക്കാം ഗൈസ്. നമ്മുടെ മൃഗങ്ങൾ കൊല്ലേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലൊരു മനുഷ്യനാവും. മുഴുവനും എടുക്കുക ഗൈസ്. അവൻ്റെ അത് തോന്നുന്നു ഗൈസ്. ആ ക്യാറ്റൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. ജസ്റ്റ് ഇല്ലുണ്ടോ? ഒരു ബെഡുണ്ട്. വേണ്ട, അല്ലെങ്കിൽ ബെഡ് എടുത്തേക്കും ഗൈസ്. കാര്യം നമ്മൾ സീക്രട്ട് ബേസിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ആ പുതിയ വീട്ടിൽ കൊണ്ടുപോകത്തില്ലല്ലോ. ഒരു ബെഡ് ഇരിക്കട്ട്. ഓക്കെ. അവൻ്റെ ഗൈസ് ഫ്ലാറ്റ് നേരത്തെ എടുത്താൽ മതിയായിരുന്നു. തിരിച്ചു പോയിട്ട് വരുമ്പോഴേക്കും ആവുമായിരിക്കും. ഇവിടെ വരെ ഉണ്ട്. ഇവിടുത്തെ ഫാർമർ വരുന്ന വഴി മുഴുവൻ എടുക്കാം. അവിടെ ആയക്കോളം നിൽക്കുന്നു ഗൈസ്. അവനെ മടിയാക്കിയാലോ. എനിക്ക് ആയക്കോളത്തെ പണ്ടേ പിടിയില്ല ഗൈസ്. കാര്യം ഞാൻ പണ്ട് കളിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഒന്ന് ഇങ്ങനെ ഒരു അയൻകുളത്തിനെ കൊല്ലാൻ പോയി ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് ബ്രിഡ്ജല്ലല്ലോ പിന്നെ മണ്ടയിലോട്ട് പോയിട്ട് കഷ്ടപ്പെട്ട് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ഇവൻ അതിൻ്റെ മുകളിലായിട്ട് വേറെ സ്ഥലമാണ് ഗൈസ്. അവിടെ കയറി അടിച്ചു കൊന്നു. ഇവന്മാരെ പണ്ടേ കണ്ടെടുത്ത കണ്ടുകൂടാ. എനിക്ക് അപ്പം കാണാൻ തീർത്തോളാം. ഇപ്പോൾ ഭയങ്കര വെറുപ്പന്മാരെ.
സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കട്ടെ. ലൈബ്രറിയാണ് ആവശ്യത്. ഇവനൊക്കെ നമുക്ക് ആവശ്യമില്ല. ഇവിടെ ലൈബ്രറിയുണ്ട്, നല്ല കാര്യമല്ലേ. അവിടെ മുട്ട വീടുകളുണ്ട്. ഇതൊക്കെ കിട്ടുമോ തോന്നുന്നു. ഇറർ ബ്ലോക്ക് വയസ്സ്. ഇതിനകത്ത് ഇറർ ബ്ലോക്ക് മരുണ്ട് വെക്കുക. അവിടെ ഒന്നുമില്ല. തിരിച്ചു പോവാം. ഇതെന്തോന്ന് പറയുക, ഒരു വീട് വലിയ വീട് പണിഞ്ഞു വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഇറർ ബ്ലോക്ക് അടിച്ച് വെച്ചേക്കുന്നു. ബെഡ് പിന്നെ പിടിച്ചു പോകാറാവേ. കിടന്നിട്ടുണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ കിടന്നിട്ടുണ്ട്. എനിക്കാ ഇവിടെയുള്ള ഈ എഴുതി മുഴുവൻ കേൾക്കാം ഗൈസ്. പിന്നെ നമുക്കൊരു വലിയ സോഴ്സ് ഓഫ് ഫുഡ് തന്നെയാണിത്. എനിക്ക് വേണം. ഒരുപാടുണ്ട് ഗൈസ്. ഇത് ഒരുപാട് ഹൈബേലുണ്ട്. ഇത് നമുക്ക് ഇഷ്ടംപോലെ ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ വേറെ മൃഗങ്ങളെ കൊല്ലാൻ പോകണ്ടല്ലോ. അത് വെച്ചാൽ നമുക്ക് ബ്രെഡ് ഇരിക്കുന്ന ഗൈസ്. ഇവിടെ നമുക്ക് വേണം. ഇവിടെ ചെസ്റ്റ് പോയില്ലേ? ഇതെന്തോന്ന് സ്ഥലം ഇത്? ചെസ്റ്റ് പോലില്ല സ്ഥലങ്ങൾ കിട്ടുന്നതുകൊണ്ട് ഓണം പോലെ ഇതും എടുത്തോണ്ട് പോവാം. ഞാൻ ഓടിയാ ബീട്രൂട്ട് കുറച്ച് എനിക്ക് കൊടുത്താ. നീ അങ്ങനെ ഇപ്പോൾ ഒരുപാട് സൂചിക്കണ്ടാ. ഞാനിവിടെ വന്നാൽ പിന്നെ ഇവിടെ എല്ലാം എനിക്കുള്ള എന്നോടാ വില്ലേജ് ചെറിയ വിളിക്കാനും ഇവിടെയും ജസ്റ്റ് ഇല്ല. കഴിച്ച ഒരിടത്തോളം ജസ്റ്റ് ഇല്ലല്ലേ. എന്തോ അത് പണ്ടിലോട്ട് പോലും ഉണ്ട്. ഇനി അവിടെ അങ്ങനെ കാണത്തോളൂ. പോയി നോക്കാം. കുറച്ച് ലാമയുണ്ടോ ഗൈസ് ഇവിടെ? ട്രേഡർ ലാമ ഇങ്ങോട്ട് കിടക്കാൻ. ഇവിടെ ഉണ്ട് ഗൈസ്. ഫൈനലി കണ്ടുപിടിച്ച് ബ്രെഡുണ്ട്. എൻ്റെ ഇൻവെൻറ്ററി 3 എമറാൾഡ് കിട്ടി ഗൈസ്. ബ്രെഡ് ഇത് 3 എമറാൾഡ് ഇവിടെ. ഓക്കെ തോന്നി ഗൈസ്. പോവാം. നമ്മൾ താഴെ ലൈബ്രറിയെ കണ്ടാലോ. എന്താ അവൻ പോയോ ഇവിടെ ഉണ്ടവനെ? ആണല്ലോ. ആൾക്കാട്ടെ കാറ്റ് പൊട്ടമ്മ പിടിച്ച് നമുക്ക് പൊട്ടിക്കാം. പോടാ, ഞാൻ മുഴുവൻ എടുത്തടാ. എനിക്കത് ഇനിയിപ്പോൾ അങ്ങനെ എടുക്കാൻ വിചാരിച്ചോ. ഇത് നമ്മൾ പൊട്ടിച്ചാൽ പിന്നെയും കിട്ടുമോ ഈ ക്യാരറ്റ്? ഗൈസ് ബീട്രൂട്ട് മുന്തേണ്ടത്. പൊട്ടാറ്റോ ഇതിലുള്ള എല്ലാവരും നീ അതെടുത്തല്ലേ. ഒരു സ്റ്റാക്ക് കിട്ടി ഗൈസ്. കുറച്ച് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് കളയാം. ഈ ലീഫ് ലിറ്ററും നമുക്ക് വേണം സത്യം പറഞ്ഞ. പിന്നെ ഇത് ഈ ഇൻവെൻട്രി ഡയറക്റ്റ് എടുത്ത് കളയാൻ പറ്റുന്നില്ല ഗൈസ്. എന്തോ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഇപ്പം ഇങ്ങനെ കളയേണ്ടത് രണ്ട് സാധനം വെക്കുകയും വേണം. ശങ്കുളമാണ് നിൽക്കുന്നത്. ഓക്കെ വരുന്ന കുളം നിന്നെ തീർക്കാനായി, നിന്റെ കാലനായി. അവിടെ കിടായങ്കുളെ അങ്ങനെ പറപ്പിക്കലേ പ്ലീസ്. 3 അയം തരണേ, ഒരു 5 അയം തരണേ. നീ നല്ലവനായ അയങ്കുളമാണെങ്കിൽ നീ 5 എനിക്ക് തരും. ഇനി വൃത്തികെട്ടവനായ അയങ്കുളമാണെങ്കിൽ നീ എനിക്ക് ഒന്നും തരത്തില്ല. പക്ഷെ നീ അങ്ങനത്തെ കൂടുതലല്ലെന്ന് തോന്നുന്നു. കിടന്നു എനിക്ക് അതിന് കയറിയിട്ട് ഈ ലീഫ് ലെറ്റർ പിന്നെയും കയറിയിരുന്നു. പോപ്പി ഫ്ലവർ കയറിയിരുന്നു ഗൈസ്. എന്നിട്ട് എൻ്റെ വായം പോയി. വെറുതെ ചുമ്മാ എൻ്റെ മാക്സിൻ്റെ ഇത് പോയതല്ലത്.
ഇതൊരു പുതിയ ആക്സിഡൻറ്റ് ഉണ്ടാകാനും വിചാരിച്ച്. ഇല്ലേ ഇവിടെ കിടക്കണ്ടേ, പിക്കായില്ലേ പോപ്പിയൊക്കെ പോടാ. എനിക്ക് പിടിക്കണല്ലേ. ആ 5 ആണോ വയസ്സ്? ഇപ്പം നല്ലവനായവനാണ്. ഇവന് വേണ്ടിയിട്ട് എനിക്ക് ഇവന് വേണ്ടി നമ്മൾ ഒരു ഗോപുരം ഉണ്ടാക്കിയിട്ട് അടിക്കണം. ഗോപുരമല്ല, ചെറിയൊരു ഇവിടെ ഒരിത് ഇവിടെ ഇത് നല്ലവനായ ഉണ്ണിക്ക് വേണ്ടി ഇവിടെ 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 ഓക്കെ. പുള്ളിക്ക് വേണ്ടിയിട്ട് ഇവിടെ പൂ ഞാൻ വെക്കുന്നതാണ്. ഓക്കെ, ഫോർം അയങ്കോളം. ഓക്കെ, നമുക്ക് പോവാം. വാ, സമയം വേസ്റ്റിംഗ് ആയിരുന്നു, നല്ല കുഴപ്പമില്ല. ഒരു പാവപ്പെട്ടവന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നന്മകൾ ചെയ്ത കൈസ്. നന്മകൾ ആ ലീലും കിട്ടി കൈസ്. നമുക്ക് ചെറിയ പണിയാൻ കൊടുക്കാലോ. ടിങ്, ഓട 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 ഓട്. ഓരോരുത്തരോടെ നിൽക്കണ്ട, എല്ലാവരും പോട വീട്ടി. അതെ, ഇവിടെ കയറിയോ? അത് കൂടന്ന്. ഇപ്പം അതല്ല നമ്മുടെ വിഷമം മണ്ടലോട്ട് പോകണം. ഓക്കെ, അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കട്ടെ. ഇവിടെ കുറച്ച് കോപ്പറിക്കണം. ഇപ്പോൾ കോപ്പർ ഇപ്പോൾ ഒരുപാട് ആവശ്യമുള്ള കാണും. ഇത് കയ്യിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. എന്ത് ചെയ്യും ഞാൻ മല്ലയ്യ? അപ്പോൾ പൊട്ടിക്കുന്നത് കോപ്പർ ഒരു കോപ്പർ കോഴ്സിൽ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അതുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഒടുക്കത്തെ അച്ചീവ്മെൻ്റ് ആണ് ഗൈസ്. ഇന്ന് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കേ. എൻ്റെ വിഷമമല്ല ഗൈസ്, അല്ലെങ്കിൽ ഒരു വിണ്ടല് വട്ടിയെ കാണും. ഇതിപ്പോൾ ബോൺ കിട്ടിയ പോലും വട്ടി പോലും കാണുന്ന ടൈം ചെയ്യാൻ വേണ്ടി 21 ഗൈസ്. 9 മതി ഗൈസ്. നമുക്ക് നമ്മൾ ഇന്ന് തന്നെ കോപ്പർ കോളത്തിലുണ്ടാകും ഗൈസ്. ഫൈനലി ഓ ബ്രിഡ്ജാണ് മണ്ടയിലോട്ട് പോകാനും ഇതില്ലേ. കുഴപ്പമില്ല, ഏത് പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യണം ഗൈസ്. അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ്. നമ്മൾ ഈ സ്റ്റോം വെച്ച് പോകും, മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനേയും ഗൈസ് പോവല്ലേടാ. അവൻ പോയി ഗൈസ്, അവനെ ഒറ്റയ്ക്കാക്കി പോയി ഗൈസ്. വിഷമമായി. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നല്ല പണി വെച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ കുന്തം ഇല്ലെന്നേ ഉള്ളൂ. സാധാരണ ഇച്ചിരി റിച്ചായിട്ട് കാണുന്ന പണിയുമ്പം എന്ത് പറയുക, അങ്ങനെ ഒരു റിസോഴ്സൊക്കെ വെക്കണം. കുന്തവന്മാർ വെക്കുന്നില്ല. അവർ വണ്ടേ കൂടെ പണി. ഈ വില്ലേജർമാർ ഇഷ്ടമല്ല വണ്ടേ. കാരണം കുറച്ച് ഇതൊക്കെ എടുത്ത് ഡെക്കറേഷൻ മാത്രം ജീവിച്ചിരിക്കുന്നു. ഇതിൻ്റെ വണ്ടേ കൂടെ പോകണം, ഇതിൻ്റെ വണ്ടേ പോകണമല്ലേ. നമ്മളിവിടെ നിർപ്പും. നമ്മളിട്ടൊക്കെ പണ്ട് ഉപയോഗിക്കുന്ന ഇപ്പം ബെഡിങ് ഒക്കെ തുടങ്ങി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോത്തേ ഉള്ളൂ. ഉണ്ടോ? ഈ സാധനം ഉണ്ടോ ഇരിക്കട്ടെ. അതിലൊരു ലൈബ്രറിൻ്റെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ പറയുന്നത്? പ്രാർത്ഥന എവിടുന്നാണോ ഇനിയും പറയുന്നത്? അറിയാം യേസ്. ഓക്കെ, മഴ പെയ്യുന്നുണ്ട്. വണ്ടിയിലോട്ട് ഇനിയും പോകാനുണ്ട്. വഴി കയറാം. എൻ്റെ മുട്ടം വില്ലേജാണ് കഴിച്ചത്. മുട്ടം വില്ലേജാണ്, പക്ഷേ വില്ലേജിന് വലിപ്പം മാത്രമേ ഉള്ളൂ കഴിച്ചു. ഒരു ചെസ്റ്റ് പോലും ഇല്ല ഇവിടെ. ആകെ നമ്മൾ ഇത്ര നേരം കണ്ടെത്തിയ ഒരെണ്ണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം ഗൈസ്. എന്താ മോനെ അവിടെ പണി? സുഖം തന്നെ. ചേട്ടാ പോണ് യൂട്യൂബ് പൊട്ടറാ. അങ്ങോട്ട് നമ്മൾ വന്നതെന്ന് തോന്നുന്നു. അങ്ങോട്ട് നമ്മൾ വന്നതാണ്. അതിൻ്റെ വണ്ടയിലോട്ട് എങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ളത്? ഇവിടെ അതിനുണ്ട്. നമുക്ക് സ്റ്റെയർ തന്നെ ഉണ്ട് ഗൈസ്. നമുക്കെല്ലാം അനുകൂലമാണ് ഗൈസ്.
ഇനിയിപ്പോൾ നമ്മൾ ഈ വില്ലേജൊക്കെ കൊണ്ട് ഇത് റെഡിയാൻ വന്നതല്ലേ ഗൈസ്. ഇനിയിപ്പം നമുക്ക് സ്ട്രക്ചർ നാളെ ഉണ്ടാക്കാം ഗൈസ്. അപ്പോഴേക്കും ഇവിടെ നിന്ന് പറഞ്ഞാൽ അതൊട്ട് ലിങ്കായി ഗൈസ്. ട്രേഡ് ചെയ്ത് നോക്കട്ടെ. നീച്ചുടായിപ്പാണ്. ഞാൻ പേപ്പറൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് വന്നോളാം. കുഴപ്പമില്ല. ഇവിടെ ചെസ്റ്റുണ്ടോ? ഇവിടെയും കാലിയോ? നീക്കുമ്പോൾ എന്താണോ ജീവിക്കുന്നു? മാറാൻ അങ്ങോട്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഇത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ബ്യൂയിങ് സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ കളയാൻ പറ്റിയായിട്ടുണ്ടോ? ഇത് ഓക്കെ. ഇതിൻ്റെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡും കിട്ടി. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ എല്ലാം ചെയ്യാം ഗൈസ്. അപ്പം ഇനിയിപ്പം ഞാനിതിപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് പോകണം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. See you in the next video. Tada, bye bye.